لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على نبينا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. فقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ കൽപ്പനകളും നിരോധനങ്ങളും സൂക്ഷിച്ചുകൊണ്ട് ഒരു തഖ്വയുള്ള ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ നിയമങ്ങളും ആത്മാർത്ഥതയോടുകൂടി ജീവിതത്തിൽ പകർത്തുന്ന സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ശ്രേഷ്ഠത പഠിപ്പിച്ചു വന്ന ഒരധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. എല്ലാ വെള്ളിയാഴ്ചയും ഒരു മുസ്ലിം പാരായണം ചെയ്യണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. എന്തിനാണ് ഒരു മുസ്ലിം എല്ലാ ആഴ്ചയിലും സൂറത്തുൽ കഹ്ഫിലൂടെ കടന്നു പോകണം എന്ന് അല്ലാഹു പറയുന്നത്, പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ആ സൂറത്തിന്റെ ഒരു മനോഹാരിത, ആ സൂറത്തിന്റെ ഉള്ളടക്കത്തിന്റെ വെളിച്ചം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂറത്തുൽ കഹ്ഫ് പ്രധാനമായി 4 കഥകൾ നമുക്ക് പറഞ്ഞുതരാം. അത് 4 പരീക്ഷണങ്ങളാണ്. അതിലൊന്നാമത്തേത് ഫിത്നത്തുദ്ദീൻ, ഒരു മനുഷ്യന് ദീനിലുണ്ടായേക്കാവുന്ന പരീക്ഷണത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ചില യുവാക്കൾ അവർ ഗുഹയിൽ തന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി അവർ ആ ഗുഹയിൽ അഭയം പ്രാപിക്കാം. രണ്ടാമത്തേത് ഫിത്നത്തുൽ മാൽ, മനുഷ്യന് സമ്പത്തുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഫിത്നയെ കുറിച്ച് പറയാം. അവിടെ 2 ചെറുപ്പക്കാർ, അതിലൊരാൾക്ക് അല്ലാഹു വലിയ തോട്ടം കൊടുത്തു, പക്ഷേ സമ്പത്ത് കൊണ്ട് അയാൾ അല്ലാഹുവിനെ മറന്ന ഒരു കഥ പറയാം. മൂന്നാമത്തേത് ഫിത്നത്തുൽ ഇൽമ, മനുഷ്യൻ അറിവ് പഠിക്കുമ്പോൾ അവൻ തെറ്റായ അറിവ് പഠിക്കുന്നുണ്ടാകാം, ഒരുപക്ഷെ അറിവിനെ അവൻ തെറ്റായി ഉപയോഗിക്കുന്നുണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട് മഹാനായ പ്രവാചകൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിലുള്ള ഒരു കഥ പറഞ്ഞുതരാം. 4ാമത്തെ കഥ ഫിത്നത്തുൽ മുൽക്ക്, മനുഷ്യന് അധികാരമുണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന ഒരുപാട് പരീക്ഷണമുണ്ട്. അവിടെയാണ് ദുൽഖർനൈൻ എന്ന രാജാവിനെ കുറിച്ച് പറയുന്നത്. ദുൽഖർനൈൻ രാജാവാണ്, പക്ഷേ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവിനെ കുറിച്ച് അദ്ദേഹം മറന്നില്ല. ഞാൻ ദുൽഖർനൈൻ ആണെങ്കിൽ അള്ളാഹു ദുൽ ജലാലി വൽ ഇക്റാം, അള്ളാഹു ജലാലുള്ളവനാണ്, അവൻ എന്നേക്കാൾ ഉന്നതനാണ് എന്നൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ആ 4 കഥ സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മൾ പഠിക്കാം. ആ 4 കഥയും കഥയായി ഖുർആൻ പറയുന്നുണ്ട്. കാരണം ഖുർആനിന്റെ മൊത്തം ചിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ അതിന്റെ 1/3 കഥയാണ്, സ്റ്റോറീസാണ് എന്ന് പറഞ്ഞ പണ്ഡിതരുണ്ട്. കാരണം കഥ പൊതുവിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ കേൾക്കാൻ താല്പര്യമുള്ള ഒന്നാണ്. പക്ഷെ അതിനുപയോഗപ്പെടുത്തി എന്തെങ്കിലും കഥ പറയുകയല്ല, ഖുർആൻ പറയുന്ന എല്ലാ കഥകളും റിയൽ സ്റ്റോറീസാണ്, നടന്ന കഥകളാണ്. രണ്ടാമത്തെ ആ കഥയുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിസ്ഡം, ഹിക്മത്തുകൾ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. സൂറത്തുൽ കഹ്ഫ് അങ്ങനെയുള്ള ഒരു സൂറത്താണ്. മാത്രമല്ല സൂറത്തുൽ കഹ്ഫിന്റെ പ്രാധാന്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. അതിലൊന്നാമത്തേത്
ഉസൈദ് ഇബ്നു ഹുദൈർ എന്ന് പറയുന്ന സഹാബി ഒരിക്കൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ. ആ സമയത്ത് ആകാശത്തു നിന്നും ചില വിളക്കുകൾ തന്നിലേക്ക് ഇറങ്ങി വരുന്നത് അദ്ദേഹം കാണുകയാണ്. പിറ്റേന്ന് പ്രവാചകന്റെ അടുത്തേക്ക് പോയി പ്രവാചകനോട് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അത് ഷക്കീനത്താണ്. ആ ഇറങ്ങി വന്നത് മലക്കുകളായിരുന്നു. എവിടെയൊക്കെ മലക്കുകളുണ്ടോ അവിടെയൊക്കെ മനുഷ്യന് ഷക്കീനത്തുണ്ടാവും, സമാധാനം ഉണ്ടാവും. മനുഷ്യന് ജീവിതത്തിൽ സമാധാനം നൽകുന്ന ഒരു സൂറത്ത് കൂടിയാണ് സൂറത്തുൽ കഹ്ഫ്. രണ്ടാമത്തേത് പറയാൻ, ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 വചനങ്ങൾ പഠിച്ചാൽ ദജ്ജാൽ, അവൻ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഞാനുള്ള കാലത്താണ് ദജ്ജാൽ വന്നതെങ്കിൽ ഞാൻ അവനെ തടയും, പക്ഷേ ഞാനില്ലാത്ത കാലത്താണ് ദജ്ജാൽ വരുന്നതെങ്കിൽ എല്ലാ ഓരോ മുഖ്യനും അവൻ തന്നെ സ്വയം പ്രതിരോധം തീർക്കണം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ പ്രതിരോധം എന്താണ്? അത് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കാണാതെ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ ദിവസം ഓതുന്നതാണ്, നമ്മളെല്ലാ ആഴ്ചയും അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒന്ന് ശ്രമിച്ചാൽ അത് കാണാതെ പഠിക്കാൻ നമുക്ക് കഴിയും. മൂന്നാമത്തെ ഒരു പ്രത്യേകത പറയാൻ, ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരു മനുഷ്യൻ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു അവന് പ്രത്യേകം ഒരു നൂറ് അവന്റെ ജീവിതത്തിൽ ഒരു പ്രകാശമുണ്ടാക്കി കൊടുക്കുക. നാലാമത്തെ ഹദീസ്, ഒരു മനുഷ്യൻ സൂറത്തുൽ കഹ്ഫ് ഒരു വെള്ളിയാഴ്ച ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള ദിവസം അവൻ ചെയ്യുന്ന ചെറുപാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറയാം. അത്രയും ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ്. ആ സൂറത്തിന് ശ്രേഷ്ഠതയുണ്ട്. അതിലുമപ്പുറത്തേക്ക് അതിന്റെ ഉള്ളടക്കത്തിൽ വലിയ പാഠങ്ങളുണ്ട്. ശുദ്ധ ഖുർആൻ അത് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് ഈ ദജ്ജാലും അതുപോലെ സൂറത്തുൽ കഹ്ഫും തമ്മിലുള്ള ബന്ധം എന്താണ്? ആലോചിച്ചു ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാണ്, ഈ യുവാക്കൾ രാജാവ് അവരെ മതത്തിൽ നിന്നും പുറത്തു പോകാൻ നിർബന്ധിച്ചപ്പോഴാണ് അവർ ഓടി രക്ഷപ്പെട്ടത്. ആ രാജാവിൽ നിന്നും അള്ളാഹു അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു എന്നത് പറയുന്നത് പോലെ അവസാന കാലത്ത് ദജ്ജാൽ വരും. അവനൊരു രാജാവിന്റെ പരിവേഷം ഇവിടെ വന്നിട്ട് അവൻ അണിയും. ആ സമയത്ത് നിങ്ങൾ ദജ്ജാലിലേക്കല്ല അള്ളാഹുവിലേക്കാണ് തിരിയുന്നതെങ്കിൽ അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും. അതാണ് ആ സൂറത്തുൽ കഹ്ഫ് തരുന്ന ഭാഗം. സ്വാഭാവികമായിട്ട് രാജാവിനെ പേടിച്ച് ഗുഹയിലേക്ക് ഒളിച്ചാൽ ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഒക്കെ നിലക്കാണ്, അവർക്ക് കഴിക്കാനൊന്നുമില്ല, തിന്നാനൊന്നുമില്ല. ഇതേ കാലത്ത് ദജ്ജാലും അവസാന കാലത്ത് ഒരു നിരക്കവൻ ചെയ്യും. അവൻ മഴ പെയ്യിപ്പിക്കും, അവൻ കൃഷിയിടങ്ങൾക്ക് അവൻ അനുസരിക്കുന്നവർക്കെല്ലാം അവൻ കൊടുക്കും. അപ്പോഴും നിങ്ങൾ ദജ്ജാലിലേക്ക് തിരിയരുത്. സൂറത്തുൽ കഹ്ഫിന്റെ പ്രധാനപ്പെട്ട ഒരായത്ത് പറയാൻ, ഖുർആൻ പറയാണ് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ ചില വചനങ്ങളിൽ അള്ളാഹുവാണ് ഈ ഭൂമിയിലുള്ള എല്ലാത്തിനെയും അലങ്കാരമാക്കിയത്. അള്ളാഹുവാണ്. അതിൽ പുഴകളുണ്ട്, നദികളുണ്ട്, തോട്ടങ്ങളുണ്ട്, ഖനികളുണ്ട്, കായകളുണ്ട്. ഇതൊക്കെ ആരാണ് നൽകിയത്? ഇത് നൽകുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരികെ എന്ന് സൂറത്തുൽ കഹ്ഫ് നമ്മളോട് പറയാം. വിശുദ്ധ ഖുർആൻ ആ സൂറത്ത് ആരംഭിക്കുമ്പോൾ ചില സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു. ഇമാം തബ്റാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം ഖുദരിയും കൂടെ അത് കൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സൂറത്ത് അവതരിക്കാനുണ്ടായ ഒരു പശ്ചാത്തലം, മക്കയിലെ മുശ്രിക്കീങ്ങൾ പ്രവാചകനെ ഉത്തരം മുട്ടിക്കണം എന്ന ആഗ്രഹത്തിൽ ചില ചോദ്യങ്ങൾ കണ്ടുപിടിക്കാൻ മദീനയിലേക്ക് പോവാൻ. മദീനയിലെ യഹൂദർ അവർക്ക് 3 ചോദ്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, നിങ്ങൾ പ്രവാചകനോട് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചോദിക്കണം. 2, ദുൽഖർനൈൻ രാജാവിനെ കുറിച്ച് ചോദിക്കണം. 3, എന്താണ് റൂഹ് എന്നതും കൂടെ ചോദിക്കണം. ഇവർക്ക് ഭയങ്കര സന്തോഷമായി. പ്രവാചകൻ മുട്ടും, നമ്മൾ മുട്ടിക്കും എന്നൊക്കെ പറഞ്ഞു അവർ പ്രവാചകനോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ആവട്ടെ, നാളെ വഹി വരുമല്ലോ, നാളെ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. നാളെയായി അവർ വന്നു, പ്രവാചകന് വഹി വന്നില്ല. പിറ്റേന്ന് അവരോട് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. 15 ദിവസം പ്രവാചകൻ കാത്തിരുന്നു, പക്ഷെ വഹി വന്നില്ല. എന്താ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയി. ആളുകൾക്കൊക്കെ ഭയങ്കര ഒച്ചപ്പാടായി. ഒരു ദിവസം കൊണ്ട് പറഞ്ഞിരുന്നു പറഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞു. എവിടെ മുഹമ്മദ്? എവിടെ മുഹമ്മദിന്റെ ഉത്തരം? എവിടെ? ആളുകൾ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ ഇറങ്ങി വരികയാണ്. സൂറത്തുൽ കഹ്ഫും സൂറത്തുൽ ഇസ്രാഈൽ 2 സൂറത്തുമായി ഇറങ്ങി വരാൻ. സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിന്റെ തുടക്കത്തിൽ, അതിന്റെ ഒടുക്കത്തിൽ ദുൽഖർനൈനെ കുറിച്ച് പറയുന്നുണ്ട്. 3ാമത്തെ ചോദ്യം റൂഹ് എന്താണ് എന്നതാണ്. സൂറത്തുൽ ഇസ്രാഈൽ റൂഹിനെ കുറിച്ച് പറയാൻ, യസ്അലൂനക അനിർ റൂഹ്, അവർ ആത്മാവ് എന്താണ് എന്ന് ചോദിക്കുന്നു. പ്രവാചകനെ പറയണം, ഒരു റൂഹ് മിൻ അംരി റബ്ബി, ആത്മാവ് എന്നത് അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. 3 ഉത്തരം കിട്ടി. മക്കാര് യഹൂദരോട് പോയിട്ട് പറയണം. അവർ 3 ഉത്തരം കേട്ടപ്പോൾ അവർ പറഞ്ഞ വർത്താനുണ്ട്. ഇതാണ് യഥാർത്ഥ മറുപടി.
ആദ്യത്തിന് പ്രവാചകൻ കൃത്യമായ കഥ പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തത് പ്രവാചകൻ എനിക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അത് തെറ്റാവുമായിരുന്നു. കാരണം ലോകത്താർക്കും റൂഹ് എന്താണെന്ന് അറിയില്ല. യഹൂദന്മാർ പറയാം. അതുകൊണ്ട് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു, പ്രവാചകൻ അറിയില്ല എന്ന് പറഞ്ഞതായിരുന്നു അതിന്റെ മറുപടി. അത് കൃത്യമാണ്. അതാണ് സൂറത്തുൽ കഹ്ഫ് അവതരിക്കാനുണ്ടായിരുന്ന ഒരു പശ്ചാത്തലം. എന്നിട്ട് ഖുർആൻ പറയാം, ആ യുവാക്കൾ കഹ്ഫിലേക്ക്, ഗുഹയിലേക്ക് പോയി. സൂറത്തുൽ കഹ്ഫിന്റെ ആ അർത്ഥം തന്നെ അൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നാണ്. ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ നമ്മൾ ഗുഹകൾ കാണുന്നുണ്ട്. അത് അസ്ഹാബുൽ കഹ്ഫിൽ ഒരു ഗുഹ കാണുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിൽ ഫിത്നയുണ്ടായ കാലത്ത് 40-ാമത്തെ വയസ്സിൽ ഹിറ എന്ന് പറയുന്ന ഗുഹയിൽ ഭജനമിരിക്കുക. അങ്ങനെ ആ റിസാലത്ത് നാട്ടുകാരോട് പറഞ്ഞപ്പോൾ വീണ്ടും ഫിത്നയായി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സൗർ എന്ന ഗുഹയിൽ പ്രവാചകൻ ഒളിച്ചിരിക്കുന്ന കഥ നമ്മൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ കഹ്ഫ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷനാണ്. സൂറത്തുൽ കഹ്ഫ് അത് നമ്മുടെ ഈമാൻ സംരക്ഷിക്കാൻ അള്ളാഹു നൽകുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. ഖുർആൻ യുവാക്കളെ കുറിച്ച് പറയാൻ, അവർ ഗുഹയിൽ അഭയം പ്രാപിക്കാൻ പോയ സമയത്ത് അവർ നടത്തിയ ഒരു പ്രാർത്ഥന, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി് ലനാ മിൻ അംരിനാ റശദ. നമുക്കറിയുന്ന ആയത്താണ്. അള്ളാഹു, നമ്മൾ ഗുഹയിലേക്ക് പോവാണ്, പക്ഷേ നിന്റെ റഹ്മത്ത് നമുക്ക് വേണം, നിന്റെ സഹായം നമുക്ക് വേണം. അത് 10-ാമത്തെ ആയത്താണ്. തൊട്ടടുത്ത ആയത്ത് നമ്മൾ കാണാൻ, ഫളറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദ. അള്ളാഹു അവരെ ഉറക്കി കടത്തി. അപ്പുറത്തുള്ള ഒരു പ്രശ്നവും അവർ അറിഞ്ഞില്ല. 300 വർഷം അള്ളാഹു അവരെ ഉറക്കി. 10-ാമത്തെ ആയത്തിൽ അവർ നടത്തുന്ന പ്രാർത്ഥനയാണ്. അത് 11-ലേക്ക് വരുമ്പോഴേക്ക് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ്. അവർ പ്രാർത്ഥിച്ചു, ഉടനെ അള്ളാഹു മറുപടി കൊടുത്തു. സൂറത്തുൽ കഹ്ഫിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. ഖുർആനിന്റെ മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും സെന്ററിലുള്ള, മധ്യത്തിലുള്ള സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഖുർആൻ ആരംഭിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയിലാണ്. അത് ആരംഭിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ്. സമാനമായി സൂറത്തുൽ കഹ്ഫ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ വായിക്കാം, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജഅൽ ലഹു ഇവജ. അതേ ഹംദ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സൂറത്തുൽ ഇസ്റാ ആണ് തൊട്ട് മുമ്പിലുള്ള സൂറത്ത്. അത് അവസാനിക്കുന്നത് വലിയ അത്ഭുതമാണ്. അത് അവസാനിക്കുന്ന ആയത്ത് ഇങ്ങനെയാണ്, ഖുൽ ഹംദുലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് ഹംദ് പറയൂ എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിച്ചു. സൂറത്തുൽ കഹ്ഫ് തുടങ്ങുമ്പോഴും അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഖുർആനിന്റെ സൂറത്ത് തമ്മിലുള്ള വല്ലാത്തൊരു റിലേഷനാണ്. അത് തന്നെ വലിയൊരു അത്ഭുതമാണ് സൂറത്തുൽ കഹ്ഫ്. മറ്റു ഖുർആൻ പറയാണ്, വൈദ് അവൽ ഫിത്യതു ഇലൽ കഹ്ഫ്, അങ്ങനെ കുറച്ച് യുവാക്കൾ, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം, അവരെ പോയ കുറച്ച് ആളുകളുണ്ടല്ലോ, അവർ യുവാക്കളാണ്, വലിയ പ്രായമുള്ള ആളുകളൊന്നുമല്ല. എന്നാൽ ഇബ്നു കസീർ പറയുന്നുണ്ട്, പ്രവാചകന്മാർ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ സ്വീകരിച്ചതിൽ അധികം യുവാക്കളായിരുന്നു. അത് വെറുതെ അദ്ദേഹം പറയല്ല, അദ്ദേഹം അതിന് കൃത്യമായൊരു തെളിവ് കൊണ്ടുവരാൻ. പ്രവാചകൻ മക്കയിൽ വന്നു, പ്രവാചകൻ റിസാലത്ത് പറഞ്ഞു. മക്കയിൽ ഖുറൈശികൾക്ക് ഏതാണ്ട് ഏറെക്കുറെയൊക്കെ പ്രായമുള്ളവരാണ്. അവരൊക്കെ ആ റിസാലത്തിനെ നിഷേധിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് മദീനയിൽ നിന്നും 12 യുവാക്കൾ വരാൻ ഹജ്ജിന്. പ്രവാചകൻ അവരോട് അത് പറഞ്ഞു. ഒട്ടും താമസിച്ചില്ല, ആ യുവാക്കൾ ഏറ്റെടുത്തു. അവരെ നമ്മൾ ചരിത്രത്തെ വായിക്കാൻ അൻസാറുകൾ യുവാക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ യൂത്തിന് വല്ലാത്ത സത്യം വിളിച്ചു പറയാനുള്ള വല്ലാത്തൊരു കഴിവുണ്ട്. അത് പറയണമെന്നാണ്. ഇന്ന് നമ്മൾ പലസ്തീന്റെ വിഷയം നമ്മൾ വായിക്കുമ്പോൾ ഇന്നും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ചെയ്യുന്ന ക്രൂരതകൾ വെസ്റ്റേൺ കൺട്രീസ് മുഴുവൻ, അതിന്റെ പൊളിറ്റീഷ്യൻസ് മുഴുവൻ അതിനെതിരെ ഒന്നും പറയാതിരിക്കുന്ന സമയത്ത് വെസ്റ്റേൺ കൺട്രീസിലുള്ള യൂണിവേഴ്സിറ്റികൾ, ക്യാമ്പസുകൾ, കോളേജുകൾ, അതിലുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാൻ, നിങ്ങൾ ചെയ്യുന്നത് ജനസേവയാണ്, നിങ്ങൾ നിർത്തണം, പറയുന്നത് യുവാക്കളാണ് എന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള പന്തേറമുള്ള ഒരു പ്രായമുണ്ട് യുവത്വം. അത് അള്ളാഹുവിന്റെ വഴിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ, ആ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ 7 വിഭാഗം ആളുകളുണ്ട്. അവരിൽ ഒരാൾ ആരാണ്? ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അവർ യുവാവാണ്. ആ യുവത്വം അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ കഴിച്ചുകൂട്ടാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ നാളെ അവർക്ക് അർശിന്റെ തണലുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാം. ഫിത്യത്തുൻ, അവർ ചില യുവാക്കളായിരുന്നു. ആമനൂ ബിറബ്ബിഹിം, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു. വസദനാഹും ഹുദാ, അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകി. 2 കാര്യമാണ് പറയുന്നത്. അവർ അള്ളാഹുവിൽ ഈമാൻ കൊണ്ട് അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരൊരു സ്റ്റെപ്പ് എടുത്തു, അള്ളാഹു 2 സ്റ്റെപ്പ് എടുത്തു. ആലോചിക്കും. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മനോഹര ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരു ചാണെടുത്താൽ അവനൊരു മുഴമെടുക്കും, ഒരു മുഴമെടുത്താൽ അവനൊരു മാറെടുക്കും, നിങ്ങൾ അവനിലേക്ക് നടന്നുപോയാൽ അവൻ നിങ്ങളിലേക്ക് കൂടി വരും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു പ്രയാസം. അതെടുത്താൽ ഇതിനുള്ളതൊക്കെ ഈസിയാണ്. പക്ഷെ അതെടുക്കാനുള്ള ഡിസിഷൻ മേക്കിംഗ്, അതാണ് പ്രയാസം. അതെടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് തന്നെ പറയാൻ, വറബത്ന അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, അവർ എഴുന്നേറ്റ് നിന്ന് ആ സത്യം വിളിച്ചു പറഞ്ഞു. യുവാക്കളാണ്. ഇത്
ഖാമു ഫഖാലു, അവർ എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പറഞ്ഞു. അവിടെ ഒരു ഫിസിക്കൽ ആക്ഷൻ ഉണ്ടാവുക, സത്യം പറഞ്ഞിട്ട് അനങ്ങാതിരിക്കുകയല്ല, അവർ എഴുന്നേറ്റ് നിന്നു. ആ ആക്ഷൻ അവരിൽ നിന്ന് ഉണ്ടായപ്പോൾ, ഫിസിക്കൽ ആക്ഷൻ ഉണ്ടായപ്പോൾ വറബത്ന അലാ ഖുലൂബിഹിം, അള്ളാഹു അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തു. വറബത്ന, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു സ്ഥൈര്യം കൊടുത്തു. ഗുഹയിൽ പോയി ഒളിക്കണമല്ലോ, കാലങ്ങളോളം കഴിയണമല്ലോ, അതിന് ഇപ്പറഞ്ഞ സൗകര്യങ്ങൾ മാത്രം ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ല. മനസ്സിന്റെ പേടി ഒന്ന് അടങ്ങണം, മനസ്സിന് സമാധാനമുണ്ട്. ഇതാരാ വരിക? ഫിസിക്കലായി എന്തൊക്കെ ചെയ്തതുകൊണ്ട് കിട്ടില്ലല്ലോ. വറബത്ന അലാ ഖുലൂബിഹിം, അത് അള്ളാഹു അവർക്ക് കൊടുത്തതാണ് എന്ന് പറയാം. ഒരു ഖുർആൻ വീണ്ടും പറയുന്നുണ്ട്, വൈദ അഅതസൽതുമൂഹും, അവർ ഗുഹയിലേക്ക് പോയി, അവർ നടത്തിയ പ്രാർത്ഥന എന്താണ്? ലക്കും മിൻ അംരിക്കും മിർഫഖ, അല്ലാഹു ആ ഗുഹയിൽ മിർഫഖ, അതല്ലാത്തൊരു വാക്കാണ്. ഇന്ന് നമ്മൾ 5 സ്റ്റാർ ഹോട്ടലുകളിൽ, അറബ് നാടുകളിൽ പോയാൽ മിർഫഖ് എന്ന് പറയുന്നത് ഫെസിലിറ്റീഷനാണ്. മറാഫിക്, 5 സ്റ്റാർ ഹോട്ടലുകളിൽ പോയാൽ അതിന്റെ മറാഫിക്കുകൾ, ഒരുപാട് ഫെസിലിറ്റീസുകളാണ്. അല്ലാഹു ഈ ഗുഹയിൽ അവർക്ക് മിർഫഖ്, ഒരുപാട് ഫെസിലിറ്റീസ് ഒരുക്കി കൊടുത്തു എന്നാണ്. തഫ്സീർ നോക്കിയാൽ നമുക്ക് കാണാം, ഈ യുവാക്കൾ സാധാരണ മനുഷ്യരായിരുന്നില്ല, അവര് ആ നാട്ടിലെ പ്രഭുക്കരായ ആളുകളുടെ മക്കളായിരുന്നു. അവരിറങ്ങി വരുന്നത് കുടിലിൽ നിന്നായിരുന്നില്ല, മറിച്ച് കൊട്ടാരത്തിൽ നിന്നായിരുന്നു. അവർ കൊട്ടാരത്തിൽ നിന്ന് നേരെ വരുന്നത് ഗുഹയിലേക്ക്. ഒരുപാട് സൗകര്യമുണ്ട്, അതൊക്കെ ഒഴിവാക്കി അവർ വന്നത് ഗുഹയിലാണ്. അല്ലാഹു കൊട്ടാരത്തിലുള്ളതിനെ പോലെ ഒരു സൗകര്യം, ഇല്ല അത്ഭുതം. ഖുർആൻ തന്നെ പിന്നെ പറയാം, അവർ ആ കോട്ടയുടെ ആ ഗുഹയുടെ ഏറ്റവും വിശാലമായ ഭാഗത്താണ് ഉണ്ടായത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അല്ലാഹുവിനെ പേടിയുണ്ടെങ്കിൽ, അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ, അവൻ കഴിയുന്നത് ചെറ്റ കുടിലായിരിക്കാം, ആ കുടിൽ 2 നിലയില്ലാതിരിക്കാം, അവര് പറയുന്ന ഈ രീതിയിലുള്ള വലിയ സംവിധാനങ്ങളൊന്നും അവന്റെ വീട്ടിലില്ലാതിരിക്കാം. പക്ഷേ അല്ലാഹുവിനെ പേടിയുണ്ടോ, അവന്റെ മനസ്സിനൊരു വിഷാദതയുണ്ട്, അവന് കാണുന്നതിനൊക്കെ അവനക്കൊരു ഐശ്വര്യമുണ്ട്, സമാധാനമുണ്ട്. പക്ഷേ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലാഹുവിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തുന്ന ഒരു മനുഷ്യൻ, അയാൾ താമസിക്കുന്നത് കൊട്ടാരത്തിലാണെങ്കിലും മനസ്സിന് യാതൊരു റാഹത്തുണ്ടാവില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ചില പണക്കാരെ കഥ കേൾക്കാം, എല്ലാം ഉണ്ട്, അവരാനന്ദിപ്പിക്കാൻ, അവരാസ്വദിപ്പിക്കാനുള്ള എല്ലാ എന്റർടൈൻമെന്റും അവരുടെ കൊട്ടാരത്തിലുണ്ട്. പക്ഷെ എന്താണ്? സമാധാനമില്ല. ഇതാരാ വരിക? ഇത് തരുന്നത് അള്ളാഹുവാണ്. സൂറത്തുൽ കഹ്ഫ് പറയാൻ അവർ പോയത് കൊട്ടാരത്തിൽ നിന്ന് ഗുഹയിലേക്കാണെങ്കിലും അള്ളാഹു അവർക്ക് വല്ലാത്തൊരു സപ്പോർട്ട് കൊടുത്തു എന്നാണ്. ഇതെവിടെ വെച്ച് നടന്നു? ഇന്ന് തഫ്സീറിന്റെ ഉള്ളടക്കം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചില പണ്ഡിതർ പറയാൻ, പുരാതന റോം, എഫ്യൂസ് എന്ന് പറയുന്ന ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ റോമിലായിരുന്നു ഒരു രാജാവ് ഇത് ചെയ്തത് എന്ന് പറയാം. അങ്ങനെ അവര് ഗുഹയിലേക്ക് പോയി, ഗുഹയുടെ ഗുഹാമുഖം ഒരു കല്ല് വന്നടയുകയാണ്. 300 വർഷത്തോളം അവർ കടന്നുറങ്ങി. അങ്ങനെ ഡെഫ്യൂസ് എന്ന് പറയുന്ന രാജാവായിരുന്നു അന്ന് നാട് ഭരിച്ചിരുന്നത്. 300 വർഷം കഴിഞ്ഞു, രാജാക്കന്മാർ മാറി മാറി വന്നു. സീസർ എന്ന് പറയുന്ന രാജാവിന്റെ കാലമാണ്. അദ്ദേഹം ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. അന്നത്തെ നാട്ടുകാർ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കാത്തവരാണ്. അപ്പൊ ആ രാജാവ് ആഗ്രഹിച്ചാണ് എങ്ങനെയെങ്കിലും പുനരുദ്ധാന ദിവസമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നതിനൊരു തെളിവ് കിട്ടിയാൽ നന്നായിരുന്നു. ആ കാലത്ത് ഇവരുടെ ഗുഹാമുഖത്ത് ഒരു ഇടയൻ വന്നിട്ട് ആ പാറക്കല്ല് മാറ്റാൻ, ആ സമയത്ത് അവർ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ കൃത്യം. അള്ളാഹു പ്ലാൻ ചെയ്യാം, കൃത്യമായി പ്ലാൻ ചെയ്തു അള്ളാഹു ഇവരെ ഒരു ദൃഷ്ടാന്തമാക്കി കൊടുക്കാം. പിന്നെ ഹിഫിത്യത്തിൽ അവര് ഒരു യുവാക്കളായിരുന്നു. വീണ്ടും പറയും, അള്ളാഹു അവർക്ക് അവരുടെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവരെ അപ്പുറം ഇപ്പുറത്തേക്കൊക്കെ മറിച്ചിട്ടു എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് ഉറങ്ങിയാൽ, നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരേ പൊസിഷനിൽ ഉറങ്ങിയാൽ നമുക്ക് വേദന ഉണ്ടാവും. അതുപോലും അള്ളാഹു അവരെ പരിഗണിക്കാം. അവർ എഴുന്നേറ്റപ്പോൾ അവർക്ക് വിഷമു. ഖുർആനിൽ കഥയൊക്കെ പറയാം, നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓടുന്ന സൂറത്താണ്. അവർ എഴുന്നേറ്റതിന് ശേഷം അവർ പറയുന്നത്, നമ്മളിൽ ഒരാളെ ഫല്യൻദുർ അഹദുക്കും, നമുക്കൊരാളെ എന്ത് ചെയ്യാം? അങ്ങാടിയിലേക്ക് അയക്കാം, എന്നിട്ട് അവൻ ഭക്ഷണം കൊണ്ടുവരട്ടെ. അവിടെ പറയുന്നത് കാണാം, ഫല്യൻദുർ അയ്യുഹാ അസ്കാ ത്വആമൻ, അവൻ കൊണ്ടുവരുന്ന ഭക്ഷണം ഏതെങ്കിലും ഒരു ഭക്ഷണം വന്ന് കൊണ്ടുപോയാൽ പോരാ, അസ്കാ ത്വആം, ഏറ്റവും ശുദ്ധമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയ പങ്കുണ്ട്. നമ്മൾ തിന്നുന്നത് എവിടേക്കോ പോയി നമ്മൾ കഴിക്കുന്നുണ്ട്, പക്ഷേ കഴിക്കുന്നത് ഹലാലായ ഫുഡാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ പല നാട്ടുകളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ, വിദേശത്ത് പോകുന്നവരുണ്ട്, ഒരുപക്ഷെ ഹലാലായ ഫുഡ് കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നത് ശ്രദ്ധിക്കണം. നമ്മുടെ അകത്തേക്ക് വന്നത് ഹറാമാണെങ്കിൽ, ഒരുപക്ഷെ ചില നാടുകളിൽ ചില ഹോട്ടലുകളിൽ അത് ഹലാലാണ് എന്ന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാധ്യതയില്ല, അത് ഹലാലാണോ എന്ന് ചോദിച്ച് അന്വേഷിക്കുക ഒരു മുസ്ലിമിന്റെ ബാധ്യതയല്ല. അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. പക്ഷേ അതങ്ങനെ ഇല്ല എന്ന് ബോധ്യമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കഴിക്കുന്ന ആഹാരം ശ്രദ്ധിക്കണം. ആഹാരം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ആഹാരം വാങ്ങിക്കുന്ന പൈസയും ഹലാലായിരിക്കണം, നമ്മുടെ സമ്പാദ്യം ഹലാലാകണം, നമ്മൾ കൊടുത്ത് വാങ്ങുന്ന ആഹാരവും ഹലാലാവണം. അങ്ങനെയാണോ തീർച്ചയായും നിങ്ങളുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകും.
എന്നിട്ട് ഈ അങ്ങാടിയിലേക്ക് പോകുന്ന മനുഷ്യനോട് ഒരു പറഞ്ഞു കൊടുക്കുന്ന വല്ലാത്തൊരു വാക്കുണ്ട്, വലിയ തലത്തം. അങ്ങാടിയിലേക്ക് പോവാണ്, ഇവർ വിചാരം 300 വർഷം ഉറങ്ങിയെന്നല്ലോ, ഒരു പിറ്റേ ദിവസം അങ്ങാടിയിലേക്ക് പോവാന്നാണ് ഇവർ കരുതുന്നത്. കുറെ രാജാക്കന്മാരുണ്ടാവും, ചിന്തന്മാരുണ്ടാവും, അവർ പിടിക്കും. അതുകൊണ്ട് വലിയ തലത്തം. ഈ ഖുർആനിന്റെ ഈ വാക്ക് പണ്ഡിതന്മാർ മനോഹരമായി പറഞ്ഞുതരാം. ഖുർആനിന്റെ മുഴുവൻ വാക്കുകൾ, വേർഡ്സുകൾ നമ്മളിങ്ങനെ നിരത്തി വെച്ചാൽ ഏറ്റവും സെന്ററിലുള്ള വാക്കാണ് വലിയ തലത്തം. ഏറ്റവും സെന്ററിലുള്ള വാക്കാണ്. ആ സൂറത്ത് തന്നെ സെന്ററിലാണ്, അതിൽ ഏറ്റവും സെന്ററിലുള്ള വാക്കാണ് വലിയ തലത്തം എന്ന് പറഞ്ഞാൽ നീ ജാഗ്രത ഉണ്ടാക്കണം, നീ മുൻകരുതലുകൾ എടുക്കണം, പ്രിക്കോഷൻസ് എടുക്കണം. നീ അങ്ങ് ഇറങ്ങിപ്പോവും, അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് അങ്ങാടിയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോവല്ല, എല്ലാ വഴിയും നോക്കണം, ആരെങ്കിലും കാണുന്നുണ്ടോ, പിടിക്കുന്നുണ്ടോ, ഇതൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ തവക്കുലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുമ്പോഴാണ് തവക്കുൽ. മറ്റൊരു തവാക്കുലാണ്, അള്ളാഹു അങ്ങ് നോക്കിക്കോളും എന്ന് പറഞ്ഞ് അത് ബുദ്ധിയല്ല, അത് കറേജ് അല്ല, അത് ഫൂളിഷ്നെസ് ആണ്, അല്ലെ, അത് ബുദ്ധിത്തരാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്ത് ചരിത്രം പറയാണ്, പ്രവാചകൻ 2 പടച്ചട്ടാണെന്ന്. ആലോചിച്ചു, 2 പടച്ചട്ട, ഒന്നല്ല 2 എണ്ണമാണ്. ആർക്കെങ്കിലും പറയാമല്ലോ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലല്ലേ, പടച്ചട്ടയും വേണ്ട, ആയുധവും വേണ്ട, അങ്ങ് പോയിക്കോളൂ, അള്ളാഹു രക്ഷിക്കും എന്ന് പറയാമല്ലോ. അങ്ങനെയുള്ള ഒന്നില്ല. നിങ്ങൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ എടുക്കണം. എന്നിട്ടാണ് അള്ളാഹുലേക്കുള്ള തവക്കുൽ. വലിയ തലത്തം, നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ. അദ്ദേഹം സൂക്ഷിച്ചു. അങ്ങാടിയിലേക്ക് പോയി. ആ സമയത്താണ് നാട്ടുകാർ വളരെ പഴക്കമുള്ള നാണയം കാണുന്നത്. ഇവർ 300 വർഷം മുമ്പ് ഉറങ്ങിയവരാണ് എന്ന് തിരിച്ചറിയുന്നു. ഖുർആൻ തന്നെ പറയാം, അവരെത്ര വർഷം ഉറങ്ങി. ഖുർആൻ വളരെ ആക്യുറേറ്റ് ആയിട്ട് അതിന്റെ കണക്ക് പറയാം. അവർ 300 വർഷം ഉറങ്ങി. വസ്ദാദു, ചില ആളുകൾ കൂട്ടി, 9 കൂട്ടി എന്ന് പറഞ്ഞാൽ 300 കണക്കുണ്ട്, 309 ഉണ്ട്. പണ്ഡിതന്മാർ മനോഹരമായിട്ട് പറഞ്ഞുതരാം. ഇത് 2 വർഷത്തെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് സോളാർ കലണ്ടറിൽ 309 വർഷമാണ്. ഇത് ലൂണാർ ചന്ദ്ര കലണ്ടർ പരിശോധിച്ച് നോക്കുമ്പോൾ 300 വർഷം എന്ന് പറഞ്ഞാൽ ഈ 2 കലണ്ടർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സോളാർ കലണ്ടർ ഉപയോഗിക്കുന്നത് പാശ്ചാത്യരാണ്, ഇന്ന് നമ്മളത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അവർ ഒരു ദിവസത്തെ കണക്കാക്കുന്നത് ഒരു ഉദയം മുതൽ മറ്റൊരു ഉദയം വരെയാണ്, മോർണിംഗ് മുതൽ മോർണിംഗ് വരെ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണക്കാക്കുന്നത് ഒരു അസ്തമയം മുതൽ മറ്റൊരു അസ്തമയം മുതൽ, മഗ്രിബ് മുതൽ മഗ്രിബ് വരെ എന്ന് പറയുമ്പോൾ അവിടെ 3.3 മിനിറ്റിന്റെ കുറവുണ്ട്. മൊത്തം വർഷം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 11 ദിവസത്തിന്റെ കുറവാണ്. സോളാർ കലണ്ടറിൽ 365 ദിവസമാകുമ്പോൾ ലൂണാർ കലണ്ടറിലേക്ക് വരുമ്പോൾ 354 ദിവസം, 11 ദിവസത്തെ വ്യത്യാസം. അതുകൊണ്ടാണ് റമദാൻ വരുമ്പോൾ നമ്മളെപ്പോഴും അറിയുന്നൊരു സംഭവമാണ്. എല്ലാ വർഷവും ഒരു 11 ദിവസം മുന്നിൽ റമദാൻ വരുന്നതായി നമുക്ക് കണക്കാക്കാൻ കഴിയും. ഖുർആൻ അത് കൃത്യമായി പറയാം. 100 വർഷം കൂടുമ്പോൾ 3 വർഷത്തെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 300 വർഷം കൂടുമ്പോൾ 9 വർഷത്തെ വ്യത്യാസം. നിങ്ങൾ ലൂണാർ കലണ്ടർ പറയുകയാണെങ്കിൽ 300 വർഷമാണ്, അത് സോളാറിൽ പറയുകയാണെങ്കിൽ 350. അത് കൃത്യമായി ഖുർആൻ പറയാം എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ കഥ പറച്ചിൽ അത് വളരെ കൃത്യമാണ്. എന്നിട്ട് ഖുർആൻ അവസാനം അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അള്ളാഹു ഈ നാട്ടുകാരുടെ മുന്നിൽ ഇവരെ കൊണ്ടുവരിപ്പിച്ചത്, ഇവരുടെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണ്? അന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനമുണ്ട്, അത് സത്യമാണ്. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ, അള്ളാഹുവിനോട് ഹറാം ഒഴിവാക്കുന്നുണ്ടോ, അള്ളാഹുവിനോട് നന്മ ചെയ്യുന്നുണ്ടോ, അള്ളാഹു സഹായിക്കുന്നാണല്ലോ പറഞ്ഞത്, സംശയമൊന്നും വേണ്ട. വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. വഅന്ന ശാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ, ഖിയാമത്ത് നാളുണ്ടാവും എന്ന് നിങ്ങളിങ്ങനെ സംശയിക്കൊന്നും വേണ്ട. ഈ ലോകമൊക്കെ അവസാനിക്കും. ഇങ്ങനെ അവസാനിച്ചിട്ട് നിങ്ങളൊക്കെ എഴുന്നേൽക്കും. 300 വർഷം അള്ളാഹുവിനെ ഉറക്കാൻ ഒരു മനുഷ്യനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഉറക്കാൻ കഴിയും എന്ന വലിയ പാഠം തരാൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ കഹ്ഫ് അള്ളാഹുവിന് വേണ്ടി ദീനിൽ എന്തെങ്കിലുമൊക്കെ ത്യാഗം ചെയ്യാൻ നമ്മൾ തയ്യാറാണോ? അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന് പറയാം. അള്ളാഹു നമുക്കൊക്കെ അവന്റെ ദീനിന്റെ വിഷയത്തിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും അടിയുറച്ചു നിൽക്കുന്ന സത്യവിശ്വാസികളാകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الأحد الذي لم يلد ولم يولد فلم يكن له كفوا أحد. صلى الله على نبينا محمد وعلى آله وأصحابه الأبرار. وقد قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله سبحانه وتعالى ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ് പറയുന്ന രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കഥയാണ്. 2 ചെറുപ്പക്കാർ
അതിലൊരാൾക്ക് അള്ളാഹു വലിയ തോട്ടം നൽകി അനുഗ്രഹിച്ചു. വദ്രിബ് ലഹും മസലൻ റജുലൈൻ ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈൻ. ഖുർആൻ പറയാണ് സൂറത്തുൽ കഹ്ഫിൽ, രണ്ട് കൂട്ടുകാരുണ്ട്, അതിലൊരാൾക്ക് അള്ളാഹു 2 തോട്ടം കൊടുത്തു. മുന്തിരിത്തോട്ടം, അതിനെ ചുറ്റാൻ ഈന്തപ്പനത്തോട്ടം, അതിന് നടുവിലൂടെ ഒഴുകുന്ന നദികൾ, എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു. പക്ഷെ അവൻ അഹങ്കരിച്ചു. അവന്റെ പാവപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞു, അന അക്തറു മിൻക മാലൻ വഅഅ്സു നഫറാ, നിന്നെക്കാൾ സമ്പത്ത് എനിക്കാണുള്ളത്, എനിക്ക് നിന്നെക്കാൾ സമ്പത്തുണ്ട്. അവൻ അഹങ്കരിച്ചു. മാത്രമല്ല വമാ അദുന്നു അൻ തബീദ ഹാദിഹി അബദ, ഈ സമ്പത്തൊന്നും ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല, ഇതൊക്കെ കാലാകാലം എന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവൻ അഹങ്കരിച്ചു. അഹങ്കാരം ഖുർആൻ അടുത്ത ആയത്തിൽ പറയാണ്, വമാ അദുന്നു സഅത ആതിയ വമാ അദുന്നു സഅത ഖായിമ, ഞാൻ വിശ്വസിക്കുകയാണ് ഖിയാമത്ത് നാളും സംഭവിക്കില്ല എന്നെനിക്ക് ഉറപ്പ്. എന്ന് പറയാൻ ആളുകൾക്ക് സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞുകൂടുമ്പോൾ ആളുകൾ വിചാരിക്കുന്ന ഒരു സംഭവമുണ്ട്, ഈ സമ്പത്ത് ഒരിക്കലും നശിക്കില്ല എന്ന്. മാത്രമല്ല ഈ സമ്പത്ത് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഞാനും നശിക്കൂല. നമ്മൾ ആലോചിച്ചു നോക്കൂ, ഈ സമ്പത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അനശ്വരനാക്കിയിട്ടുണ്ടോ? ഈ സമ്പത്ത് നമ്മളിങ്ങനെ കുമിച്ചു കൂട്ടി വെക്കാൻ, പ്രായമുള്ള സമയത്ത് എനിക്ക് ഉപയോഗിക്കാം, പ്രായമുള്ള സമയം വരെ ജീവിക്കും നമുക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ജീവിച്ചാൽ തന്നെ ഈ സമ്പത്ത് ആ കാലം വരെ ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? അതുകൊണ്ടാണ് ഇയാളുടെ എല്ലാ സമ്പത്തും അല്ലാഹു നശിപ്പിച്ചു. ആ സമയത്ത് മറ്റേ പാവപ്പെട്ട കൂട്ടുകാരൻ പറയുന്നത് ഖുർആൻ പറയാ, വലൗല ഖുൽത്, നീക്ക് എന്തുകൊണ്ട് പറഞ്ഞൂടാ, ഇത് ദഖൽത ജന്നതക ബിമാ ഷാ അല്ലാഹ് ലാ ഹൗല ഇല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നിനക്ക് മാഷാ അല്ലാഹ് എന്ന് പറയാമായിരുന്നില്ലേ? ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനല്ലാതെ മറ്റൊരു ശക്തിയില്ല നിനക്ക് പറയാമായിരുന്നില്ലേ? നമുക്ക് ഇങ്ങനെ സമ്പത്തൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ, അനുഗ്രഹം കിട്ടുമ്പോൾ, സൊസൈറ്റിയിൽ നമുക്കൊരു റെക്കഗ്നേഷനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊന്നും എന്റെ കഴിവുകൊണ്ട് കിട്ടിയല്ല, അള്ളാഹുവിന് ആരൊക്കെയോ തെരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ ദീൻ വളർത്തിയിട്ടുണ്ടെങ്കിൽ, നിനക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ അള്ളാഹു നിന്നെ കാരണക്കാരനാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ഫضലൊന്നുമല്ല, അത് അള്ളാഹു തരുന്ന ഫضലാണ്. സമ്പത്തും അള്ളാഹു തരുന്ന ഫضലാണ്. നീ ആർക്കെങ്കിലും സക്കാത്ത് കൊടുത്തു, സദഖ കൊടുത്തു, അത് അള്ളാഹു തരുന്ന ഒരു ഫضലാണ്. അതിൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം എന്ന് സൂറത്തുൽ കഹ്ഫിന്റെ 2ാമത്തെ ഒരു ഭാഗം നമുക്ക് പഠിപ്പിച്ചു തരാണ്. അള്ളാഹു അത്തരത്തിൽ എത്ര തന്നെ സമ്പത്ത് നമ്മളിലേക്ക് വന്നാലും അത് തന്ന അള്ളാഹുവിനെ മറക്കാതെ അള്ളാഹുവിനെ കടുക്കാനുള്ള ഒരു ബാധ്യമായി, ഒരു ഉപാധിയായി അതിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു വിശുദ്ധ ഖുർആൻ നമ്മളെ സംസ്കരിക്കാൻ ശ്രമിക്കുന്ന ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. നമ്മളിൽ രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും പ്രയാസം അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അള്ളാഹുവിടെയൊക്കെ പരലോക ജീവിതം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാം അള്ളാഹു ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.